ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിന് ബദലായി ഓപ്പൺ എഐ വികസിപ്പിച്ച സെർച്ച് എഞ്ചിനാണ് സെർച്ച് ജിപിടി. ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിന് ബദലായി ഓപ്പൺ എഐ വികസിപ്പിച്ച സെർച്ച് എഞ്ചിനാണ് സെർച്ച് ജിപിടി. 2024 ആസിയൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ലാവോസ് ആണ്. 2024 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ലാവോസ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് അവതരിപ്പിച്ചത് കേരള സംഗീത നാടക അക്കാദമിയാണ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് അവതരിപ്പിച്ചത് കേരള സംഗീത നാടക അക്കാദമിയാണ്. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം നിലവിൽ വരുന്നത് പാമ്പൻ റെയിൽവേ പാലത്തിലാണ്. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം നിലവിൽ വരുന്നത് പാമ്പൻ റെയിൽവേ പാലം. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളിയാണ് കെ കൈലാസനാഥൻ. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളി കെ കൈലാസനാഥൻ. അടുത്തിടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ടോക്കിയോയിലാണ്. ഏഷ്യ കപ്പ് വനിതാ T20 ക്രിക്കറ്റ് ജേതാക്കൾ ശ്രീലങ്ക ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ചു. ഏഷ്യ കപ്പ് വനിതാ T20 ക്രിക്കറ്റ് ജേതാക്കൾ ശ്രീലങ്കയാണ് ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ചു. ഓഹരി വിപണി നിയന്ത്രണ അതോറിറ്റിയായ സെബി ഉപയോക്താക്കൾക്കായി അവതരിപ്പിച്ച AI ചാറ്റ്ബോട്ടാണ് സേവ. സേവയുടെ ഫുൾ ഫോം സെബീസ് വിർച്വൽ അസിസ്റ്റന്റ് എന്നാണ്. ഓഹരി വിപണി നിയന്ത്രണ അതോറിറ്റിയായ സെബി ഉപയോക്താക്കൾക്കായി അവതരിപ്പിച്ച AI ചാറ്റ്ബോട്ടാണ് സേവ. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരുടെ ജീവൻ രക്ഷാ മരുന്നാണ് മിൽറ്റിഫോസിൻ. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരുടെ ജീവൻ രക്ഷാ മരുന്നാണ് മിൽറ്റിഫോസിൻ. പുരുഷന്മാരുടെ 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് ഇന്ത്യയാണ്. 34 വർഷത്തിനു ശേഷമാണ് ഇന്ത്യ ഏഷ്യ കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. പുരുഷന്മാരുടെ 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് ഇന്ത്യയാണ്. 34 വർഷത്തിനു ശേഷമാണ് ഇന്ത്യ ഏഷ്യ കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്ത് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്ന 19 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം 6-ാമതാണ്. രാജ്യത്ത് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്ന 19 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം 6-ാമതാണ്. പാരീസ് ഒളിമ്പിക്സിൽ ടേബിൾ ടെന്നീസ് ഇനത്തിൽ പ്രീ ക്വാർട്ടറിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം സ്വന്തമാക്കിയത് മണിക ബത്രയാണ്. പാരീസ് ഒളിമ്പിക്സിൽ ടേബിൾ ടെന്നീസിൽ ഇനത്തിൽ പ്രീ ക്വാർട്ടറിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം സ്വന്തമാക്കിയത് മണിക ബത്രയാണ്. വ്യോമസേനാ മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് നയങ്ങൾ നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് 90 വർഷം പഴക്കമുള്ള എയർക്രാഫ്റ്റ് നിയമം ഭേദഗതി ചെയ്ത് പുനർനിർമ്മിക്കുന്ന പുതിയ നിയമമാണ് ഭാരതീയ വായുയാൻ വിധേയക് ബില്ല്. കേരള സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാരെ പരാമർശിക്കുന്ന വാക്കുകൾ പരിഷ്കരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത് ധനകാര്യ വകുപ്പാണ്. ഡിസേബിൾഡ്, ഫിസിക്കലി ഹാൻഡിക്യാപ്പ്, ഫിസിക്കലി മെന്റലി ചലഞ്ച്ഡ് എന്നീ വാക്കുകൾക്ക് പകരം ഡിഫറൻറ്റ്ലി ഏബിൾഡ് എന്ന് മാത്രമേ ഉപയോഗിക്കാവൂ. കേരള സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാരെ പരാമർശിക്കുന്ന വാക്കുകൾ പരിഷ്കരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത് ധനകാര്യ വകുപ്പാണ്. ഡിസേബിൾഡ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, ഫിസിക്കലി മെന്റലി ചലഞ്ച്ഡ് എന്നീ വാക്കുകൾക്ക് പകരം ഡിഫറൻറ്റ്ലി ഏബിൾഡ് എന്ന് മാത്രമേ ഉപയോഗിക്കാവൂ. ചരിത്രത്തിലാദ്യമായി ഒളിമ്പിക്സ് വിജയികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന ഒളിമ്പിക്സാണ് പാരീസ് ഒളിമ്പിക്സ് 2024. 33-ാമത്തെ ഒളിമ്പിക്സാണ് പാരീസ് ഒളിമ്പിക്സിൽ 2024 നടന്നത്. സ്വർണ്ണ ജേതാവിന് $50,000 ക്യാഷ് പ്രൈസ് ആയിട്ട് പ്രഖ്യാപിച്ചത്. വെള്ളി, വെങ്കലം ജേതാവിന് ഈ വർഷം പാരിതോഷികം നൽകുന്നില്ല. ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് വിജയികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സ് 2024. സംസ്ഥാന സർക്കാരിന്റെ മികച്ച നഴ്സിനുള്ള സിസ്റ്റർ ലിനി പുതുശ്ശേരി പുരസ്കാരം ലഭിച്ചത് ഗീത സുരേഷ് ബാബുവിനാണ്. സംസ്ഥാന സർക്കാരിന്റെ മികച്ച നഴ്സിനുള്ള സിസ്റ്റർ ലിനി പുതുശ്ശേരി പുരസ്കാരം ലഭിച്ചത് ഗീത സുരേഷ് ബാബുവിനാണ്. മണ്ണിടിച്ചിൽ സാധ്യതയെ ഓരോ പ്രദേശങ്ങളുടെയും സാമൂഹിക സാമ്പത്തിക നിലയുമായി ബന്ധപ്പെടുത്തി ISROയുടെ കീഴിലുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ തയ്യാറാക്കിയ പട്ടികയിൽ രാജ്യത്ത് തന്നെ 3-ാം സ്ഥാനത്തുള്ള ജില്ല തൃശ്ശൂരാണ്.
മണ്ണിടിച്ചിൽ സാധ്യതയെ ഓരോ പ്രദേശങ്ങളുടെയും സാമൂഹിക സാമ്പത്തിക നിലയുമായി ബന്ധപ്പെടുത്തി ISROയുടെ കീഴിലുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ തയ്യാറാക്കിയ പട്ടികയിൽ രാജ്യത്തു തന്നെ 3-ാം സ്ഥാനത്തുള്ള ജില്ലയാണ് തൃശൂർ ജില്ല. 52 വർഷത്തിനു ശേഷം ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ പരാജയപ്പെടുത്തുന്ന രാജ്യം ഓസ്ട്രേലിയയാണ്. 52 വർഷത്തിനു ശേഷം ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ പരാജയപ്പെടുത്തുന്ന രാജ്യം ഓസ്ട്രേലിയ. വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാതെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് കേരള കൗമുദിയിൽ പ്രസിദ്ധീകരിച്ച പ്രഭാവർമ്മയുടെ കവിതയാണ് ഉറ്റവർ. വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് കേരള കൗമുദിയിൽ പ്രസിദ്ധീകരിച്ച പ്രഭാവർമ്മയുടെ കവിതയാണ് ഉറ്റവർ. പാരീസ് ഒളിമ്പിക്സ് ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസിൽ സ്വർണം നേടിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. ഫൈനലിൽ കാർലോസ് അൽക്കാരസിനെയാണ് തോൽപ്പിച്ചത്. പാരീസ് ഒളിമ്പിക്സ് ടെന്നീസിൽ പുരുഷ വിഭാഗം സിംഗിൾസിൽ സ്വർണം നേടിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. ഒളിമ്പിക്സ് ടെന്നീസിൽ സ്വർണം നേടുന്ന ഏറ്റവും പ്രായമേറിയ താരമെന്ന റെക്കോർഡ് ജോക്കോവിച്ച് സ്വന്തമാക്കി. ഇപ്പോൾ ഒളിമ്പിക്സ് ടെന്നീസിൽ സ്വർണം നേടുന്ന ഏറ്റവും പ്രായമേറിയ താരമെന്ന റെക്കോർഡ് ജോക്കോവിച്ച് സ്വന്തമാക്കി. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതനാകുന്നത് ബി സുധീന്ദ്രകുമാറാണ്. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതനാകുന്നത് ബി സുധീന്ദ്രകുമാറാണ്. 2024 ഓഗസ്റ്റിൽ 100-ാം ചരമവാർഷികം ആചരിക്കുന്ന തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. 2024 ഓഗസ്റ്റിൽ 100-ാം ചരമവാർഷികം ആചരിക്കുന്ന തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ കാർഷിക സേവനങ്ങൾക്കായുള്ള ഏകജാലക സംവിധാനമാണ് കതിർ ആപ്പ്. സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ കാർഷിക സേവനങ്ങൾക്കായുള്ള ഏകജാലക സംവിധാനമാണ് കതിർ ആപ്പ്. ശാസ്ത്ര സാങ്കേതിക മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ നേടിയ മലയാളിയായ വ്യക്തികൾ ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യവും ഡോക്ടർ റോക്സി മാത്യുവും. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ നേടിയ മലയാളിയായ വ്യക്തികൾ ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യം, ഡോക്ടർ റോക്സി മാത്യു. തുടർച്ചയായ 5 ഒളിമ്പിക്സുകളിൽ ഒരേ ഇനത്തിൽ സ്വർണം നേടി ചരിത്രം കുറിച്ച ക്യൂബൻ താരമാണ് മിജയിൻ ലോപ്പസ്. തുടർച്ചയായ 5 ഒളിമ്പിക്സുകളിൽ ഒരേ ഇനത്തിൽ സ്വർണം നേടി ചരിത്രം കുറിച്ച ക്യൂബൻ താരമാണ് മിജയിൻ ലോപ്പസ്. സംസ്ഥാന വിജിലൻസ് ഡയറക്ടറായി നിയമിതനായത് യോഗേഷ് ഗുപ്തയാണ്. സംസ്ഥാന വിജിലൻസ് ഡയറക്ടറായി നിയമിതനായത് യോഗേഷ് ഗുപ്ത. തരംതിരിക്കാൻ കഴിയാത്ത മാലിന്യം കത്തിച്ച് ഇന്ധനമാക്കുന്നതിന് 2.6 കോടിയുടെ റെഫ്യൂസ് ഡിറൈവ്ഡ് ഫ്യൂവൽ പ്ലാന്റ് സംസ്ഥാനത്ത് ആദ്യമായി നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. തരംതിരിക്കാൻ കഴിയാത്ത മാലിന്യം കത്തിച്ച് ഇന്ധനമാക്കുന്നതിന് 2.6 കോടിയുടെ റെഫ്യൂസ് ഡിവൈഡ് ഫ്യൂവൽ പ്ലാന്റ് സംസ്ഥാനത്ത് ആദ്യമായി നിലവിൽ വരുന്നത് തിരുവനന്തപുരം. പാരീസ് ഒളിമ്പിക്സിലെ പുരുഷ വിഭാഗം ഫുട്ബോൾ ജേതാക്കളായത് സ്പെയിനാണ്. ഫൈനലിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചു. 1992 ശേഷം ആദ്യമായാണ് സ്പെയിൻ ഒളിമ്പിക്സ് പുരുഷ ഫുട്ബോളിൽ സ്വർണ്ണ ജേതാക്കളാകുന്നത്. പാരീസ് ഒളിമ്പിക്സിലെ പുരുഷ വിഭാഗം ഫുട്ബോൾ ജേതാക്കളായതപ്പോൾ സ്പെയിനാണ്. ഫൈനലിൽ ഫ്രാൻസിനെയാണ് തോൽപ്പിച്ചത്. 1992 ശേഷം ആദ്യമായിട്ടാണ് സ്പെയിൻ ഒളിമ്പിക്സ് പുരുഷ ഫുട്ബോളിൽ സ്വർണ്ണ ജേതാക്കളാകുന്നത്. സന്തോഷ് ട്രോഫി ഫുട്ബോളിലെ കേരള ടീമിന്റെ പരിശീലകൻ എം ബിബി തോമസ് ആണ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിലെ കേരള ടീമിന്റെ പരിശീലകൻ എം ബിബി തോമസ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് TV സോമനാഥൻ. രാജ്യത്ത് ഏക വ്യക്തി നിയമം അഥവാ യൂണിഫോം സിവിൽ കോഡ് പാസാക്കിയ ഏക സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ്. രാജ്യത്ത് ഏക വ്യക്തി നിയമം അഥവാ യൂണിഫോം സിവിൽ കോഡ് പാസാക്കിയ ഏക സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ബഹുമതിയായ ഒളിമ്പിക് ഓർഡർ ലഭിച്ച ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്ര. ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവാണ് അഭിനവ് ബിന്ദ്ര.
അപ്പോൾ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ബഹുമതിയായ ഒളിമ്പിക് ഓർഡർ ലഭിച്ച ഇന്ത്യൻ താരമാണ് അഭിനവ് ബിന്ദ്ര. ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവാണ് അഭിനവ് ബിന്ദ്ര. 2022-23 ആർദ്ര കേരളം പുരസ്കാരത്തിൽ സംസ്ഥാന തലത്തിൽ മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരമാണ്. 2022-23 ആർദ്ര കേരളം പുരസ്കാരത്തിൽ സംസ്ഥാന തലത്തിൽ മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരമാണ്. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരമാണ് ആർദ്ര കേരളം. ഇത് പ്രകാരം മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുത്തത് പൊന്നാനിയാണ്, മലപ്പുറം. മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് മണിയിട് എറണാകുളം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര കോഴിക്കോട്. മികച്ച ജില്ലാ പഞ്ചായത്ത് എറണാകുളം. 2022-23 ആർദ്ര കേരളം പുരസ്കാരത്തിൽ സംസ്ഥാന തലത്തിൽ മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരമാണ്. സംസ്ഥാന ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാപരമായ അഭിരുചി, സർഗാത്മക പ്രായോഗിക ശേഷി എന്നിവ കണ്ടെത്തി അവർക്ക് ആവശ്യമായ പിന്തുണ നൽകി മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് അനന്യം പദ്ധതി. സംസ്ഥാന ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാപരമായ അഭിരുചി, സർഗാത്മക പ്രായോഗിക ശേഷി എന്നിവ കണ്ടെത്തി അവർക്ക് ആവശ്യമായ പിന്തുണ നൽകി മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് അനന്യം പദ്ധതി. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യ നഗരമാണ് മൂവാറ്റുപുഴ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യ നഗരം മൂവാറ്റുപുഴ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി നിയമിതനായത് ഗോവിന്ദ് മോഹനാണ്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, ഹോം സെക്രട്ടറിയായി നിയമിതനായത് ഗോവിന്ദ് മോഹനാണ്. കൃഷി വകുപ്പിന്റെ 2023 സി അച്യുതമേനോൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിനാണ്. കൃഷി വകുപ്പിന്റെ 2023 സി അച്യുതമേനോൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത്. മികച്ച തദ്ദേശ സ്ഥാപനത്തിന് കൃഷിവകുപ്പ് ആദ്യമായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് സി അച്യുതമേനോൻ സ്മാരക പുരസ്കാരം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്ന രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കോടതി ആരംഭിക്കുന്നത് കൊല്ലമാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്ന രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കോടതി ആരംഭിക്കുന്നത് കൊല്ലത്താണ്. ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്നത് കത്ഖോര, കോർബ ജില്ല, ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്നത് കത്ഖോര എന്ന സ്ഥലത്താണ്. കത്ഖോര, കോർബ ജില്ല, ഛത്തീസ്ഗഡ്. അടുത്തിടെ അന്തരിച്ച അഗ്നി മിസൈലുകളുടെ വികസനത്തിൽ നിർണായക പങ്ക് വഹിച്ച എയ്റോസ്പേസ് ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ RN അഗർവാൾ. അടുത്തിടെ അന്തരിച്ച അഗ്നി മിസൈലുകളുടെ വികസനത്തിൽ നിർണായക പങ്ക് വഹിച്ച എയ്റോസ്പേസ് ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ RN അഗർവാൾ. പൊതുഭരണ വകുപ്പിൽ പൊളിറ്റിക്കൽ വിഭാഗത്തെ പുനർനാമകരണം ചെയ്തത് പ്രോട്ടോകോൾ എന്നാണ്. പൊതുഭരണ വകുപ്പിൽ പൊളിറ്റിക്കൽ വിഭാഗത്തെ പുനർനാമകരണം ചെയ്തത് പ്രോട്ടോകോൾ എന്ന പേരിലാണ്. ഇന്ത്യയിൽ നിന്ന് പുതുതായി ഉൾപ്പെടുത്തിയ 3 റംസാർ സൈറ്റുകൾ: നഞ്ചരായൻ ബേർഡ് സാങ്ച്വറി തമിഴ്നാട്, കഴുവേലി ബേർഡ് സാങ്ച്വറി തമിഴ്നാട്, തവ റിസർവോയർ മധ്യപ്രദേശ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും പുതുതായി ഉൾപ്പെടുത്തിയ 3 റംസാർ സൈറ്റുകളുണ്ട്. അതിൽ 2 തമിഴ്നാട്ടിൽ നിന്നാണ്. നഞ്ചരായൻ ബേർഡ് സാങ്ച്വറിയും കഴുവേലി ബേർഡ് സാങ്ച്വറിയും. തവ റിസർവോയർ മധ്യപ്രദേശിൽ നിന്നും. അങ്ങനെ 3 റംസാർ സൈറ്റുകളാണ് ഇന്ത്യയിൽ നിന്നും പുതുതായി ഉൾപ്പെടുത്തിയത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ കേരള പോലീസ് ഒരുക്കുന്ന കുറ്റകൃത്യങ്ങളുടെ സാധ്യത പ്രവചിക്കുന്ന സംവിധാനമാണ് ക്രൈം ഫോർകാസ്റ്റിംഗ്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ കേരള പോലീസ് ഒരുക്കുന്ന കുറ്റകൃത്യങ്ങളുടെ സാധ്യത പ്രവചിക്കുന്ന സംവിധാനം ക്രൈം ഫോർകാസ്റ്റിംഗ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ഹരിത സാവിത്രിയാണ്. സിൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ഹരിത സാവിത്രിയാണ്. സിൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ AIFF സെക്രട്ടറി ജനറലായി അധികാരമേറ്റ മലയാളി P. അനിൽകുമാറാണ്.
അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ AIFF സെക്രട്ടറി ജനറലായി അധികാരമേറ്റ മലയാളി P. അനിൽകുമാർ. മധ്യപ്രദേശ് സർക്കാരിന്റെ 2023 ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് KS ചിത്രയ്ക്കാണ്. മധ്യപ്രദേശ് സർക്കാരിന്റെ 2023 ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് KS ചിത്രയ്ക്കാണ്. 2022 പുരസ്കാരം സംഗീത സംവിധായകനായ ഉത്തം സിംഗിനാണ് ലഭിച്ചത്. അപ്പൊ 2022 ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് ഉത്തം സിംഗിനും 2023 അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് KS ചിത്രയ്ക്കുമാണ്. ജലപൈതൃക മ്യൂസിയം നിലവിൽ വരുന്നത് വെള്ളയമ്പലം, തിരുവനന്തപുരം. ജലപൈതൃക മ്യൂസിയം നിലവിൽ വരുന്നത് വെള്ളയമ്പലം, തിരുവനന്തപുരം. കേരളത്തിലെ നിലവിലെ ലോകായുക്ത ജസ്റ്റിസ് N. അനിൽകുമാർ ആണ്. 6ാമത്തെ ലോകായുക്തയാണ് ജസ്റ്റിസ് N. അനിൽകുമാർ. അപ്പോൾ കേരളത്തിലെ നിലവിലെ ലോകായുക്തയാണ് ജസ്റ്റിസ് N. അനിൽകുമാർ. 6ാമത് ഗ്ലോബൽ ആയുർവേദ ഉച്ചകോടിക്ക് വേദിയാകുന്നത് അങ്കമാലിയാണ്. 6ാമത് ഗ്ലോബൽ ആയുർവേദ ഉച്ചകോടിക്ക് വേദിയാകുന്നത് അങ്കമാലി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള റേഷൻ കടകൾ എന്നറിയപ്പെടുന്ന ന്യായവില കടകൾക്ക് നൽകുന്ന പുതിയ പേര് ജൻ പോഷൻ കേന്ദ്രം. അപ്പോൾ ഫെയർ പ്രൈസ് ഷോപ്സ് എന്നറിയപ്പെടുന്ന നമ്മുടെ റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയതായ പേരാണ് ജൻ പോഷൻ കേന്ദ്രം. ജൻ പോഷൻ കേന്ദ്രം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു സെഷനുമായിട്ട് കാണാം. താങ്ക് യു.